Okay, here we have a question. X Limited ഒരു കമ്പനിയാണ്. So they want to issue 5,000 shares. എത്രയാണ് അതിന്റെ ഫേസ് വാല്യൂ? 10 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ. But they want to issue at a premium of 5 per share. 10 രൂപയുടെ ഷെയർ ആണ്. പക്ഷെ അവർ വിൽക്കാൻ പോകുന്ന എത്രയ്ക്കാ? 15 രൂപയ്ക്കാണ് അല്ലെ? 10 plus 5 15 രൂപയ്ക്കാണ്. The amount were collected by 3 on application. അപ്ലിക്കേഷനിൽ എത്ര രൂപ കളക്ട് ചെയ്യും? Okay. Then 7 on allotment. 7 on allotment. Then balance on final call. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കണം, 3 രൂപ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then ഇവിടെ പറയുന്നുണ്ട് 7 on allotment. പ്രീമിയം എവിടെയാണെന്ന് ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് വിൽ ബി അലോങ് വിത്ത് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 5 രൂപ ഇവിടെ എന്തുണ്ട്? പ്രീമിയം ഉണ്ട്. അങ്ങനെയാണ് അലോട്ട്മെന്റിലേക്ക് പോകുന്ന ബാക്കി ബാലൻസ് എത്രയാ? 2 രൂപ. അപ്പൊ 3ഉം 2 5 രൂപയായിട്ടേ ഉള്ളൂ. ഇനി 10ലേക്ക് ഇനി എത്രയും കൂടെ വേണം? 5ഉം കൂടെ വേണം. സോ ബാലൻസ് വിൽ ബി 5. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ജേണൽ എൻട്രി നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുന്ന ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിച്ചോളാം, അതിനുശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ എനിക്ക് ഇവിടെ 2 വാല്യൂസ് വേണം. എത്ര ഷെയർ ഉണ്ട്? 5000. ഐ മീൻ അപ്ലിക്കേഷൻ മണി എത്രയാ? 3 rupees. അപ്പൊ 5000 into 3 എത്ര വരും? 15,000 കിട്ടിയിട്ടുണ്ടാവൂലേ? ഓക്കെ. സോ 15,000 then 15,000. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അല്ലേ? അതായത് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ മക്കളെ? കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ? ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ അപ്ലിക്കേഷൻ. ഓക്കെ, ഷെയർ അപ്ലിക്കേഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയ അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം അല്ലെ? ഷെയർ ക്യാപിറ്റൽ. ഏത് എമൗണ്ട്? ഈ 15,000 തന്നെ അല്ലെ? ഓക്കെ, 15,000. അതിന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? എങ്ങോട്ട് മാറ്റി? ഓക്കെ, ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ജേണൽ എൻട്രി. ഇനി അടുത്ത ജേണൽ എൻട്രിക്ക് എന്താ പ്രശ്നം? സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. പ്രീമിയം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് നോക്കിയേ. ഓക്കെ, എന്നാ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാം ഇവിടെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 7 രൂപയാണ്. 7 into 5 35,000 പോണം അല്ലെ? 7 into 5 35,000 എവിടെ വരും? അലോട്ട്മെന്റിൽ വരും. ദെൻ എത്രയും പിന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ 7ല് 5 പ്രീമിയം ആണെങ്കിൽ 2 മാത്രമേ എങ്ങോട്ട് പോകേണ്ട എമൗണ്ട് ഉള്ളൂ? അലോട്ട്മെന്റിലേക്ക് പോകേണ്ട എമൗണ്ട് ഉള്ളൂ, ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ട എമൗണ്ട് ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 5 എത്ര വരും? 10,000 രൂപ ഷെയർ ക്യാപിറ്റലിലേക്ക് പറഞ്ഞേക്കും. Then to security premium account. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര പറഞ്ഞേക്കുക? 5 into 5000 എത്ര വരും? 25,000. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് നരേഷൻ എഴുതുന്നു. എന്താണ്? അലോട്ട്മെന്റ് ബിക്കം ഡ്യൂ along with എന്ത്? പ്രീമിയം. ഓക്കെ, അലോട്ട്മെന്റ് ഡ്യൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജേണൽ എൻട്രി എഴുതി. ഓക്കെ, then നെക്സ്റ്റ് റെസിപ്റ്റ് ഓഫ് അലോട്ട്മെന്റ് എന്താ വരിക? യെസ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. എന്താ അത്? റെസിപ്റ്റ് ഓഫ് അലോട്ട്മെന്റ് അല്ലെ? എത്ര വരും? ഈ പറഞ്ഞ മുഴുവൻ എമൗണ്ട് 35,000 വരും അല്ലെ? ശരിയല്ലേ? ഓക്കെ, അപ്പം ഞാൻ 35,000. ഓക്കെ, അപ്പം കഴിഞ്ഞോ? ഇല്ല, ഇനി എന്തുണ്ട്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കൂടി ഉണ്ട് അല്ലെ? സോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ബിക്കം ഡ്യൂ.
ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. 5000 രൂപ വരും അല്ലെ. അപ്പൊ 5 × 5000 25,000. ഓക്കെ. എന്ത് ഫസ്റ്റ് കോൾ ബിക്കം ഡ്യൂ. അടുത്തെന്താണ് റെസീറ്റ് ഓഫ് ഫസ്റ്റ് കോൾ. എന്താ ജനറൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. എമൗണ്ട് എത്രയാ വരിക? 25,000. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? എന്നാ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ.